അത്തടിപ്പാലത്തേക്കുള്ള യാത്ര അതിൽ ഗവർണർ, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി നിങ്ങൾ ആ കാറ്റഗറി പരിശോധിക്കൂ. ആ കാറ്റഗറിയിൽ ആ ആളുകളെ തീരുമാനിച്ചത് ആ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടേക്ക് പോകാതിരിക്കാനുള്ള ഒരു ഔചിത്യം അങ്ങനെയല്ലോ. പ്രധാനമന്ത്രി നേരിട്ട് എനിക്കൊരു ഗസ്റ്റ് എന്റെ ഗസ്റ്റിനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്താനുള്ള അവകാശമുണ്ട്. പൂർത്തിയാക്കാൻ അനുവദിക്കൂ. പത്മകുമാറിന് ഞാൻ സമയം തരാം. ഞാൻ ശാന്തമായിരുന്നു കേൾക്കാം. ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കൂ. കേൾക്കാമോ? കേൾക്കുമോ? അത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് പോലും അവിടേക്ക് അനുവാദമില്ലാത്ത തരത്തിൽ പ്രോട്ടോകോൾ പ്രിവിലേജ് വെച്ച് തീരുമാനിക്കപ്പെട്ട ഒരിടത്തിലേക്ക് അതൊന്നുമില്ലാത്ത ഒരാൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായി വിമർശിക്കപ്പെടും. പിന്നെ റിയാസ് നേരത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കൃത്യമായി ആവർത്തിക്കുന്നു, നരേന്ദ്രമോദിയാണെന്നും നരേന്ദ്രമോദിയുടെ ശൈലി എന്താണെന്നും രാജ്യത്തെ CPM-നും കോൺഗ്രസിനും ജനങ്ങൾക്കും എല്ലാം അറിയാം. അപ്പോൾ ഈ പ്രധാനമന്ത്രി തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും. കർണാടകത്തിൽ രാഷ്ട്രപതിയാണ്, അതിന് ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അങ്ങ് അതാക്കുകയാണ് ഇതാക്കിയാണ് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ആ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയെ ഒഴിവാക്കിയിട്ട് ഒരു ഇനാഗുറേഷൻ ഒരാളെ തീരുമാനിക്കാം. ഞങ്ങളിത് ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മനോമുഖരത്തിൽ തെളിഞ്ഞ ചിത്രമാണ് നരേന്ദ്രമോദി എന്നൊക്കെ പ്രസംഗിച്ചിട്ട് ഈ ഡെക്കറേഷന്റെ ആവശ്യമില്ല. വിഷ്ണുനാഥ്, ഞാൻ ചോദിച്ചോട്ടെ, ആന്ധ്ര മെട്രോ ഉദ്ഘാടനം ചെയ്തപ്പോ ശ്രീമതി സോണിയാഗാന്ധി വന്നു നിന്നല്ലോ. ഏതാണ് അവരുടെ ഭരണഘടനാ പദവി? പറയട്ടെ. ഇപ്പൊ കേരളത്തിലെ UDF ചെയർപേഴ്സൺ നിങ്ങൾ തങ്കച്ചന്റെ പേരിലുള്ളവർ മറ്റൊരു തങ്കച്ചി എന്നുള്ള അല്ലാതെ വേറൊരു പവറും ഇല്ല. അവർക്ക് ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്നു. ഒന്ന് പറയാലോ, ഒന്ന് സോണിയാഗാന്ധിയെക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഏത് നാഷണൽ അഡ്വൈസറി കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. നാഷണൽ അഡ്വൈസറി കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ വരുന്നവരുടെ ലിസ്റ്റ്, പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വരുന്നവരുടെ ലിസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച ശ്രീ പത്മകുമാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ പട്ടികയിൽ പേരുള്ളതിൽ കുമ്മനല്ല. പ്രധാനമന്ത്രിയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ P സദാശിവം, കേന്ദ്ര നഗരവികസന മന്ത്രി വെങ്കയ്യ നായിഡു, കേന്ദ്ര നഗരവികസന മന്ത്രാലയ സെക്രട്ടറി രാജീവ് ഗൗബ, ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ, KMRL MD എലിയാസ് ജോർജ്, DMRC പ്രത്യേക ഉപദേഷ്ടാവ് E ശ്രീധരൻ. ഇതിൽ കുമ്മനല്ല. ഇത് താങ്കൾ തലേദിവസം ലിസ്റ്റാ പറയുന്നത്. മുഖ്യമന്ത്രി പറയണം, അല്ലാതെ ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ലിസ്റ്റ് ഇത് ഔദ്യോഗികമായിട്ടുള്ള ലിസ്റ്റാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞ് ശ്രീ പത്മകുമാർ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഫലവുന്ന പ്രധാനമന്ത്രി പറയട്ടെ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? പോട്ടെ, അപ്പോൾ അത് ജനങ്ങൾക്കറിയാം. രണ്ട്, വിഷ്ണുനാഥ് പറഞ്ഞതിനും ഞാൻ മറുപടി പറയുന്നില്ല. പ്രധാനമന്ത്രി മോഡിയെ രാഷ്ട്രീയമായി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് താലോലിച്ച് കൊണ്ടുനടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാതെ ഇത്തരം ബാലിശം വാദം ഉയർത്തുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം സോമാലി എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം കേരളത്തിൽ വന്ന് ഒരു മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണ്. എന്തൊക്കെ പറഞ്ഞാലും പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും വികസനത്തിന് ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനങ്ങൾ ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉപയോഗിക്കുക എന്ന് പറയുന്നത് തെറ്റാണെന്ന് വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടിയാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതോടൊപ്പം ഈ ഊർജം കാണിക്കേണ്ടത് പ്രധാനമന്ത്രി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ നേരിടാനാണ്. അത് കാണിക്കാതെ ഇത്തരം ബാലിശമായ വാദമുയർത്തി കുമ്മനത്തെയും പത്മകുമാറിനെയും BJP-യെയും സംരക്ഷിക്കാനുള്ള വിഷ്ണുനാഥുമാരുടെ ശ്രമം തന്നെയാണ് കോൺഗ്രസ് ഈ കേരളത്തിൽ ദുർബലമാകാൻ കാരണം. ഒരു കാര്യം ഞാനൊന്ന് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. രണ്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം കേരളത്തിനോ വികസന കാര്യത്തിൽ കൈയഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണല്ലോ.
2, മെട്രോയുടെ പേരിൽ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നാണം കെടാൻ പോവുകയുള്ളൂ, നാണം കെടുക മാത്രമേ ഉള്ളൂ. അതാണ് CPM ആ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിൽ നിങ്ങൾ അതൊന്ന് വില കൽപ്പിക്കണം. 2, മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ മെട്രോയുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് PRD ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അത് P. രാജീവിന് എന്ത് ഭരണഘടനാ പദവിയാണുള്ളത്? ഇപ്പോ അദ്ദേഹം മുഖ്യമന്ത്രി സന്ദേശം കഴിഞ്ഞാൽ അടുത്ത് ആ PRDയുടെ പരസ്യത്തിലുള്ളത് P. രാജീവാണ്. എന്ത് ഭരണഘടനാ പദവിയാണ് P. രാജീവിന് ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും മറുപടി പറയാം. CPIM-ന്റെ ജില്ലാ സെക്രട്ടറി P. രാജീവ് സഞ്ചരിച്ചത് അത് ഒരു ഔദ്യോഗിക പരിപാടിയായിട്ടല്ല, നമുക്കറിയാലോ. ഔദ്യോഗിക പരിപാടിയായിട്ടല്ല. അതെ ചേർത്ത് പറയട്ടെ. 2, അതിൽ അവിടുത്തെ MLA ഉൾപ്പെടെ ഇല്ലാത്തതിന് പരാതി എഴുതിയ, പ്രതിഷേധിച്ച, സ്വയം അത് തെറ്റാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതോടൊപ്പം അദ്ദേഹം വികസനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. കേന്ദ്ര നഗര വികസന മന്ത്രി കേരളത്തെ അഭിനന്ദിച്ചത് ശ്രീ പത്മകുമാർ മാർന്നോ എന്നെനിക്കറിയില്ല. പറയട്ടെ കേന്ദ്ര നഗര വികസന മന്ത്രിയോട് ഒന്ന് പോയിട്ട് പറയൂ, ദയവേത് ഇങ്ങനെ നുണയൊന്നും പറയല്ലേ, കേരളത്തിൽ ഒരു വികസനമില്ല, നിങ്ങളിങ്ങനെ പോയിട്ട് ഇങ്ങനെയൊന്നും പറയല്ലേ, ഒന്ന് പോയിട്ട് പത്മകുമാറെ കുമ്മനത്തെ കൂടി കൂട്ടിക്കാതെ നുണ പറയരുത്. PRD പരസ്യം P. രാജീവിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല കൊടുത്തത്. PRD പരസ്യം എന്താ? മെട്രോയുടെ റണ്ണിങ്ങിന് വേണ്ടി മുഖ്യമന്ത്രി ഇരുന്ന യാത്രയാണ്. ആ യാത്രയിൽ സ്വാഭാവികമായി അതിനോടൊപ്പമുള്ള ആളുകൾ ഇരുന്നിട്ടുണ്ടാവും. അവരുടെ ചിത്രം വരും. അവർ പറയുന്ന കേക്കൂ. അതും ഞാനൊന്ന് പറയട്ടെ. നിങ്ങളെന്നെ ചോദിച്ചു, പറയാനും വയ്യെങ്കിൽ പിന്നെ നിങ്ങളെന്നെ ചോദിക്കാൻ ഉണ്ടായിരിക്കുക. ഞാൻ പറയട്ടെ. അപ്പൊ അതൊരു ഔദ്യോഗിക പരിപാടി അല്ലാഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ആ യാത്ര സ്വാഭാവികമായിട്ട് PRD പരസ്യത്തിൽ വരും. അങ്ങനെ പരസ്യത്തിൽ വരുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആളുകളുടെ ഫോട്ടോ വെട്ടി വേറെ ആരെയും ഫോട്ടോ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇരിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. അത് ഔദ്യോഗിക പരിപാടിയല്ല. അതുപോലെയല്ല ഇത്. ഇത് കേക്ക് ശ്രീ പത്മകുമാറെ, ഒന്ന് കേക്ക്. ഇത് പുതിയ നിങ്ങൾ അല്ല, നിങ്ങളിതൊന്ന് ഞാനൊന്ന് പറയട്ടെ. നിങ്ങളിങ്ങനെ അസഹിഷ്ണുതയോടുകൂടി ഇതിലൊക്കെ പെരുമാറിയാലോ. നിങ്ങൾക്ക് വീഴ്ച പറ്റി, ഒരു അബദ്ധം പറ്റി, നിങ്ങൾക്ക് നല്ലത് തുറന്നു പറയും. ഇതിങ്ങനെ ന്യായീകരിച്ച് പോയിട്ട് നാട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ട്. അത് തുറന്ന് പറയാന്ന് പകരം ഇതിനെങ്ങനെ നാളെ ചിലപ്പോൾ പ്രധാനമന്ത്രി ഓഫീസ് തന്നെ പറയും കുമ്മനത്തെ ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല, ഞങ്ങളെ ലിസ്റ്റിലൊന്നുമില്ല. അപ്പോൾ പിന്നെയും ചർച്ച നടത്തേണ്ടി വരും. ആ ചർച്ചയിൽ നിങ്ങൾ ഞാനൊക്കെ ഇരിക്കേണ്ടി വരും. ഇപ്പം അറിഞ്ഞൊക്കെ മാറ്റി പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ പറ്റിയതൊരു അബദ്ധമാണെന്ന് പറഞ്ഞ് തുറന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പാകെ കേരളം കൂടിയാണ് ഓഫീസിൽ നിന്ന് കടകംപള്ളിയോട് പറയും നിങ്ങൾ ശരിയല്ല, നിങ്ങൾ ഫേസ്ബുക്ക് ഇട്ടത് ശരിയല്ല, ഇത് കടകംപള്ളിയോട് പറയാൻ സംഭവിക്കാൻ പോകുന്നത്. ഈ ശ്രീധരന് വേദി വേണ്ട എന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നത് പ്രധാനമന്ത്രി തന്നെയായിരുന്നു എന്ന് വേണ്ടേ കരുതാൻ. ഇവിടുത്തെ ജനവികാരം എന്ത് എന്നുള്ളത് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നു, പിന്നീട് ഇവിടുത്തെ BJP നേതാക്കൾ തന്നെ അറിയിക്കുന്നു, ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്നുള്ളത്. അതുകൊണ്ട് മാത്രം ഈ ശ്രീധരന് ഇടം ലഭിച്ചു എന്ന് വേണ്ടേ കരുതാൻ. ഇന്നിപ്പോൾ ഉദ്ഘാടന പരിപാടിയിൽ വേദിയിൽ വെങ്കയ്യ നായിഡു ഈ ശ്രീധരനെ പുകഴ്ത്തി. മുഖ്യമന്ത്രി സംസാരിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ 15 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഒരിടത്ത് പോലും ഈ ശ്രീധരനെ പറ്റി പറയുന്നില്ല. ഈ ശ്രീധരന്റെ പേര് എലിയാസ് ജോർജ് പ്രസംഗത്തിൽ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇടയ്ക്ക് മുറിക്കേണ്ടി വന്നു. അത്രയ്ക്കും വലിയ കരഘോഷമായിരുന്നു. മോദിക്ക് ലഭിക്കാത്ത കരഘോഷം ഈ ശ്രീധരന് ലഭിക്കും എന്ന് മുൻകൂട്ടി കണ്ടു തന്നെയല്ലേ മോദി അദ്ദേഹം വേദിയിൽ വേണ്ട എന്ന് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാവുക? അല്ല, തീർച്ചയായിട്ടും മോദി, ഞാൻ അന്ന് തന്നെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്, തനിക്ക് തൻ്റെ വ്യക്തിപ്രഭാവത്തിന് കോട്ടം തട്ടുന്ന മറ്റൊരാളും വേദിയിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് അത് മോദിയുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഈ ശ്രീധരൻ്റെ സ്ഥാനം പുറത്തേക്കാക്കിയത്. അത് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷേ പത്മകുമാർ അടക്കമുള്ള കേരളത്തിലെ BJP നേതാക്കന്മാർ കാര്യം മനസ്സിലാക്കി. കാരണം സംഭവം കയ്യിൽ നിന്ന് പോകും എന്ന് മനസ്സിലായപ്പോഴാണ് ഈ ശ്രീധരനെ പങ്കെടുപ്പിക്കണം എന്നിവിടുന്ന് ശക്തമായ ആവശ്യം മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു, കേരളത്തിൽ നിന്ന് BJP നേതാക്കന്മാരും തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടോ. BJP നേതാക്കന്മാർ പറഞ്ഞതാണല്ലോ മോഡി കൂടുതൽ കേൾക്കേണ്ടത്. മോഡി പ്രധാനമന്ത്രിയാണെങ്കിലും പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ കാണേണ്ടി വരും. ഇന്ന് സ്മൃതി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വേദിയിൽ സ്വാഗതം പറയുമ്പോൾ മുതൽ ആര് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും വെങ്കയ്യ നായിഡു പറഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്തത്, ആ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും അറിയാം, ശ്രീധരൻ്റെ പേര് പറയുമ്പോഴാണ്. അതിന് കാരണവുമുണ്ട്, അത് നമ്മളിപ്പോൾ വിശദീകരിക്കേണ്ട. മാത്രവുമല്ല, ഒരു ചെറിയ സീൻ അവിടെ ഉണ്ടായി. നമ്മളത് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീധരനെ മാറ്റി നിർത്തുന്നത് പോലെ ഒരു സീൻ
നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ അതിനിടയ്ക്ക് പരിപാടിക്കിടയ്ക്ക്. മാത്രമല്ല പ്രധാനമന്ത്രി വളരെ കൃത്യമായി ആ പേര് ഒഴിവാക്കി. ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക അദ്ദേഹം വലിയൊരു അത്യുന്നതനായ രാഷ്ട്രീയ നേതാവാണ്, എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും അറിയുന്ന ആളാണ് അദ്ദേഹം. ഈ കയ്യടിയും ഈ കാര്യങ്ങളും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരുന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ ശ്രീധരൻ എന്ന വാക്ക് വന്നില്ല എന്നുള്ളത്, അത് തീർച്ചയായും അന്ന് ഈ ഒഴിവാക്കിയത് അബദ്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതൊരു അബദ്ധമായിരുന്നില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, പിന്നെ നിവൃത്തിയില്ലാതെ കൊണ്ടുവന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ റിയാസിനോടൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. BJPക്കെതിരായി ആരാ നിൽക്കണേ, റിയാസ് മാത്രമേ BJPക്കെതിരായുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് മനുഷ്യരും ഭക്ഷണം കഴിക്കുന്നവരില്ലേ, കേരളത്തിലൊരല്ലേ ഉള്ളൂ ഈ BJPക്കെതിരായ പണി. ഞങ്ങൾ ഡൽഹിയിലിരുന്ന് പണിയെടുക്കുന്നവർ, അത് വിട്. പക്ഷെ പ്രശ്നം അതല്ല. BJP ചെയ്യുന്ന തെറ്റിന് ഒരു ന്യായീകരണവും ഒരു നിലയ്ക്കും കേരളത്തിൽ നിന്ന് വരാൻ പാടില്ല. ഞാൻ അതുകൊണ്ടാണ്, അല്ലാണ്ട് ഇടതുപക്ഷം BJPയുമായി സഖ്യമുണ്ടാക്കിയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ കൃത്യമായും ഇപ്പോൾ പോലീസിന് ഞാൻ ഈ ഒരു ചോദ്യം വളരെ ക്ലിയറാണ്. ഇവിടുത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിഞ്ഞിരുന്നു കൊച്ചിയിൽ ഇദ്ദേഹത്തിന് വേണ്ടി വാഹനം മോട്ടോർസൈക്കിളിൽ കയറി. ഇത് പോലീസ് തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. അത് പോലീസ് സമ്മതിക്കുമ്പോൾ അതെന്തുകൊണ്ട് ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ല എന്ന ചോദ്യം സ്വാഭാവികമായി എനിക്കുള്ളതാണ്. ആഭ്യന്തരമന്ത്രിക്കല്ലേ അതിന്റെ ഉത്തരവാദിത്തം? അങ്ങനെയെങ്കിൽ ആ സുരക്ഷാ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്തം കുമ്മനം മെട്രോയിൽ കയറിയതിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയനാണ് എന്ന ചോദ്യം വരുമ്പോൾ എന്താണ് റിയാസ് മറുപടി? അത് നമുക്കതിന് നിയമവും റൂളും അതിൻ്റെ പുസ്തകമൊക്കെ വെച്ച് തന്നെ പറയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്ത് വന്നാൽ ആ സംസ്ഥാനത്തെ സുരക്ഷ ഉത്തരവാദിത്തം SPGക്കാണോ ആ സംസ്ഥാനത്തെ പോലീസിനാണോ എന്ന് ചോദിച്ചാൽ നിയമം പറയുന്നത് SPGക്കാണ്. പോലീസിന് അതിനെ സഹായിക്കുക എന്നുള്ള ഒരേ ഒരു പണി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നീലകണ്ഠൻ ജിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ അത് മാറ്റി എഴുതണമെങ്കിൽ എഴുതാം. നീലകണ്ഠൻ ജി വലിയ BJP വിരുദ്ധതയൊന്നും പറയേണ്ട. ഒരു കാലത്ത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അവിശുദ്ധ സഖ്യത്തിൻ്റെ പ്രവർത്തക കൺവീനറായി ആ പരിപ്പ് വേവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി പോയി ഇപ്പോൾ വലിയ വർത്തമാനം പറയും. നിങ്ങളുടെ രാഷ്ട്രീയമൊക്കെ എന്താണെന്ന് നാട്ടുകാർക്കറിയാം. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർ അരവിന്ദ് കെജ്രിവാൾ വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കേരള ഹൗസിൽ വന്ന് കണ്ട് BJPക്കെതിരെയുള്ള പോരാട്ടത്തിന് അഭിനന്ദിക്കുകയും ഞങ്ങളുമുണ്ട് എന്ന് പറയുകയും ജനാധിപത്യം അംഗീകരിക്കാനുള്ള പ്രക്ഷോഭത്തിന് വരിക എന്ന് പറയുമ്പോഴും കേരളത്തിലിരുന്ന് പഴയ മാർക്സിസ്റ്റ് വിരുദ്ധത മനസ്സിലിങ്ങനെ തേട്ടിക്കൊണ്ട് അതിനെതിരെ ഓരോ ചർച്ചയിൽ വന്നും എങ്ങനെ ഇത് CPIഎമ്മിനെതിരെയാക്കാം മുഖ്യമന്ത്രിക്കെതിരെയാക്കാം എന്നുള്ളതിന് ഗവേഷണം എടുത്ത് മറുപടി പറയാൻ എന്നെ കിട്ടില്ല. അതിലേക്ക് പോകണ്ട. ശ്രീ ജെ ആർ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ എവിടെയും ഈ ശ്രീധരന്റെ പേര് വരാതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞാനൊന്ന് വേറൊന്ന് തിരിച്ചു ചോദിക്കട്ടെ. അദ്ദേഹം അവിടെ മെട്രോ സ്റ്റേഷനിൽ വന്ന് നാടമുറിച്ച് കയറിയതിനു ശേഷം ആദ്യം കൈകൊടുത്ത് സംസാരിച്ചത് കേരള മുഖ്യമന്ത്രിയാണ്. സംസാരിച്ചല്ലോ ആ സമയത്ത്. രണ്ടാമത് അവിടെ അദ്ദേഹം കൈ കൊടുത്ത് സംസാരിച്ച ആള് ഈ ശ്രീധരനാണ്. നാടമുറിക്കുന്ന ഘട്ടത്തിൽ പുറകിലിരുന്ന ഈ ശ്രീധരനെ മുന്നിലേക്ക് കൊണ്ടുവന്ന പിണറായി വിജയനാണ്. അത് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്ക് എടുത്ത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അത് ചെയ്യേണ്ട ചുമതല ഇവിടുത്തെ സർക്കാരിനുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ റിയാസെ. രണ്ടാമത് ഈ ശ്രീധരന് കൈ കൊടുത്തിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചത് എല്ലാവരും ഞങ്ങളെല്ലാം TV യിൽ കണ്ടതാണ്. ഇനി ചില TV യിൽ കണ്ടില്ലാതിരിക്കും. പക്ഷെ അദ്ദേഹം എന്താണ് സംസാരിച്ചത്, അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? പിന്നെ ഈ മെട്രോയുടെയും ഈ ശ്രീധരന്റെയും മഹത്വം ഒക്കെ ഇവിടെ എല്ലാവരും പറയും. അദ്ദേഹത്തിന് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ലോഗോ പ്രകാശനത്തിൽ സംബന്ധിച്ചില്ല. പ്രസംഗത്തിൽ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു, ഈ ചെയ്ത വർക്കിനെ അദ്ദേഹം വിലയിരുത്തി, അദ്ദേഹത്തെ അനുവദിച്ചു. താങ്കൾ കാത്തിരുന്ന കാര്യം MV ജയരാജനെങ്കിലും പ്രതികരിക്കണം ഈ വിഷയത്തിൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുത്തിരിക്കുന്ന നിലപാടെന്ന് മുഖ്യമന്ത്രി ഓഫീസിന്റെ മറുപടി എന്താണെന്ന് താങ്കൾക്ക് അറിയണം. ശ്രീ MV ജയരാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MV ജയരാജൻ, കുമ്മനം ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു? അല്ല, കുമ്മനം BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. BJPയാണ് രാജ്യം ഭരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സ്വാഭാവികമായും കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ വരുന്നതിൽ ഒരു അനുചിതമായ കാര്യമാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈ പരിപാടികളെല്ലാം തയ്യാറാക്കി അന്തിമമായി ഒരു ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന് അറിയിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. SPGയുടെ
കേരളത്തിൽ വന്ന് പരിശോധന നടത്തിയതിന് ശേഷമാണ് ഇതെല്ലാം അംഗീകരിച്ച് കിട്ടിയത്. അതിൽ 2 സ്ഥലങ്ങളിലാണ് കുമ്മനം രാജശേഖരന്റെ പേര് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. ഒന്ന്, നാവികസേന വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും യാത്ര അയക്കാനുമുള്ള